ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സമയം 9 മണിയൊക്കെ ആയി. 9 മണിയല്ല, 8:45. ഞാൻ എഴുന്നേറ്റു, ഒന്ന് ഫ്രഷായി വീണ്ടും റൂമിലാണ് കിടന്ന്. ആകെ കിട്ടുന്നൊരു ശനി ഞായറല്ലേ ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പരിപാടികളുണ്ട്. പരിപാടി പുറത്തൊന്നുമല്ല, വീട്ടിൽ തന്നെ. കുറേ തുണി വാഷ് ചെയ്യാനുണ്ട്, റൂം ക്ലീൻ ചെയ്യാനുണ്ട്, കുറേ അങ്ങനത്തെ പരിപാടികൾ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാം. ഞാൻ ഇതുവരെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ല. ഇന്നത് ചെയ്യാനുള്ളൊരു മൂഡുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല, കണ്ടറിയേണ്ടി വരും. സോ നമുക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങി കഴിഞ്ഞു, എന്നാലും വീണ്ടും തുടങ്ങും. ഓക്കെ, നമുക്ക് ഫാസ്റ്റ് കഴിക്കാം. ചപ്പാത്തി മസാലക്കറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ടി വിയൊക്കെ കണ്ട് നല്ല റിലാക്സ് ആയിട്ട് ചായ കുടിക്കാം. കാരണം വെച്ചാൽ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലെല്ലാം കാട്ടിക്കൂട്ടിയിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊക്കെയാണ് ഓടുക. കുറേ ദിവസങ്ങൾക്ക് ശേഷം ടി വിയൊക്കെ കണ്ട് കുറച്ച് സമാധാനത്തോടെ ഫുഡൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയാണ് വലിയൊരു പണി. എൻ്റെ ഒരു 4 ദിവസത്തെ തുണി അലക്കാനുണ്ട്. ഞാൻ അതങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പം തുണികളൊക്കെ എടുക്കട്ടെ. ഇത്രയും തുണിയുണ്ട്, നല്ല തുണി കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നാൽ പോയി ഇടയ്ക്ക് ഒന്ന് വാഷ് ചെയ്ത് തരാം. ഓക്കെ. അങ്ങനെ നീണ്ട 1.5 മണിക്കൂറത്തെ അലക്കിന് ശേഷം ഞാനിത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് കയറുകയാണ്. കാരണം മഴ ആയതുകൊണ്ട് പുറത്തൊന്നും ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് വിരിച്ചിട്ടു. അങ്ങനെ അലക്ക് കഴിഞ്ഞു. ഇനി അടിച്ചു വാരണം, റൂമൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്, പണി ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ സൈഡായി. ഡെയിലി അലക്കാമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ എൻ്റെ സിറ്റുവേഷൻസ് അതിന് സമ്മതിക്കാറില്ല. എനിക്ക് ഞാൻ രാവിലെ 7:30 ആകുമ്പോൾ പോകും, വൈകുന്നേരം 6:30 ആകുമ്പോഴാണ് എത്തുന്നത്. അപ്പോൾ പിന്നെ വൈകുന്നേരം വന്നിട്ടാണെങ്കിലും നല്ല ക്ഷീണമായിരിക്കും, അലക്കാൻ പറ്റില്ല. അങ്ങനെ മാറ്റി വെച്ചിട്ടാണ് ഇത്രക്കാര്യം വരുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ഒരു ദിവസം തന്നെ അലക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, എന്തെങ്കിലുമൊക്കെ. ഇനി നമുക്ക് എന്തെങ്കിലും കുടിച്ചിട്ട് ക്ലീനിങ് പരിപാടിയിലേക്ക് കടക്കാം. നമുക്കൊന്ന് കുളിക്കണം, ഫുള്ള് വേർക്കും. അടിച്ചു വാരിട്ട് വരാം. ഇതൊരു ശിങ്കാരിയാണ്. ശിങ്കാരി നിൽക്കാൻ കേരളത്തെ സാധാരണ എല്ലാവരും സ്കൂളില്ലാത്ത ദിവസം കിടന്നുറങ്ങും. ഇത് വരാം നേരെ തിരിച്ചിട്ട് സ്കൂളിൻ്റെ ദിവസം കിടന്നുറപ്പോൾ സ്കൂളില്ലാത്ത ദിവസം എത്ര കിടന്നിട്ട് 5 മണിക്കോ. എൻ്റെ എല്ലാ ക്ലീനിങ് വീഡിയോയിലും വരുന്നൊരു കമൻറ്റാണ്, മാസ്ക് ഇടും എന്ന്. ഞാൻ ഇന്ന് ഇടുകയാണ്. മാസ്ക് ഇട്ട് എനിക്ക് ശ്വാസം മുട്ടും, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇടാത്തത്. പക്ഷേ മാസ്ക് ഇട്ടില്ലെങ്കിൽ ഞാൻ തുമ്മിച്ചാൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. സോ മാസ്ക് ഇടാം. അടുത്ത പണി ഇതെല്ലാം ഒന്ന് മടക്കി അടുക്കി പെറുക്കി വെക്കുക. അപ്പം നമുക്ക് വെച്ചാലോ. എനിക്ക് ശരിക്കും മടുത്തു. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ചൂട് ചോറിൻ്റെ അകത്ത് നല്ല കട്ട തൈരും ഉപ്പും പിന്നെ കുറച്ച് സവോള ഇട്ടിട്ട് കഴിക്കാനുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് കഴിച്ചു, കാണാനുണ്ടല്ലോ അല്ലേ. അങ്ങനെ തൈരും ചോറൊക്കെ കഴിച്ചു വീണ്ടും ഞാൻ പണിയെടുക്കാൻ വന്നു. വേഗം ഒന്ന് മുറിച്ചു. അങ്ങനെ ഒരു വിധത്തിലെല്ലാം ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഷെൽഫിലേക്ക് കയറ്റുന്നു, അതാണ് ടാസ്ക്. ഇപ്പം തന്നെ കയറ്റിയില്ല, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വെക്കായിരിക്കും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഷെൽഫിൽ വെക്കാം. എനിക്ക് തുണി മടക്കി വെക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ മടക്കി വെച്ച തുണികൾ ഷെൽഫിലേക്ക് എടുത്ത് വെക്കുന്നത് എനിക്ക് എന്തോ ഒരു മടിയാണ്. ചില ദിവസം ഞാനത് വെച്ചില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും.
പിന്നെ ഞാൻ ഇങ്ങനെയാണ് ഡ്രസ്സൊക്കെ ഷെൽഫിൽ വെക്കുക. അതായത് സ്കൂളിൽ പോകുമ്പോൾ ഇടുന്ന ചുരിദാർ, ഷോള്, പാൻറ്റ് അതൊക്കെ ഒരു സെറ്റാക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെക്കും. ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു. സമയം 12:45. ഞാൻ സൈഡ് എനിക്കൊന്ന് കുളിക്കണം. അതിന് മുന്നേ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഒരു 10-15 മിനിറ്റ് കിടന്ന് ഇനി കുളിക്കാം. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ ലീവ് കിട്ടുന്ന ദിവസമാണ് തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കുന്നത്. കുറച്ച് എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് സെറ്റാവണം. എനിക്ക് അലർജി വന്നു, മൂക്കൊക്കെ അടഞ്ഞു. ഇതാണ് ഞാൻ ഈ വൃത്തിയാക്കാൻ നിൽക്കാറ്. മാസ്ക് ഇട്ടാരൊക്കെ പ്രശ്നം തന്നെയാണ്. സൗണ്ടൊക്കെ മാറി മൂക്കൊക്കെ അടഞ്ഞ്. നല്ല വെയിലായിട്ടോ. മഴയൊക്കെ പോയി. രാവിലെ ഫുള്ള് മഴയായിരുന്നു. ഇപ്പം നല്ല വെയിലുണ്ട്. ആകാശമൊക്കെ നല്ല നീല കളറായി. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഇട്ട് നമുക്കെന്നാ എണ്ണയൊക്കെ തേച്ച് കുളിക്കാം. ഞാൻ ആദ്യം എന്തായാലും കോമ്പ് വെച്ചിട്ട് മുടിയൊന്നിങ്ങനെ ചീവി ഒതുക്കും കേട്ടോ. അതിന് ശേഷമാണ് എണ്ണ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ട് തല നല്ല വൃത്തിക്ക് കഴുകും. അടുത്ത ദിവസമായിരിക്കും ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ കഴുകാറില്ല. ശേഷം ശരിക്കും 10-15 മിനിറ്റ് മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എണ്ണയിട്ട് നല്ല മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കോമ്പ് വെച്ചിട്ട് ഒന്ന് മുടി ഇങ്ങനെ ചീറ്റി കൊടുക്കുകയാണ്. എന്നാൽ ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി. കുളിച്ചു. ഇനി മോയ്സ്ചറൈസർ വെച്ചിട്ട് ഒരു കുഞ്ഞി പൊട്ടൊക്കെ വെച്ചിട്ട് പോയിട്ട് ചോറ് വയ്ക്കും. വിശക്കുന്നു. മൂക്കൊക്കെ അടഞ്ഞിട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ പോലും ആവുന്നില്ല. ഞാൻ ഒരുമാതിരി ആയിട്ടുണ്ട്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ ആഴ്ചയുള്ളൊരു റുട്ടീൻ പോലെ ആയി. മൂക്കടപ്പും ജലദോഷമൊക്കെ അത് പിന്നെ 2 ദിവസത്തേക്ക് ഉണ്ടാവുകയും ചെയ്യും. ചോറ് നമ്മൾ ഇട്ടേക്കാൻ മതി. അപ്പോൾ ഞാൻ ചോറൊക്കെ തിന്നിട്ട് വരാം. ഓക്കെ. പിന്നെ ചോറിന് മട്ടൻ തേങ്ങ അരച്ച് വെച്ച മട്ടൻ കറി ഉണ്ടായിരുന്നു. അതും കഴിച്ചു കഴിഞ്ഞ് ഞാൻ ടി വിയിൽ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നു. വൈകുന്നേരം ആയപ്പോൾ വേറൊരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുട്ടി. ആള് ചെറിയ കാര്യത്തിന് പിണങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഞാനും രുദ്രയും കൂടി കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ വന്നപ്പം ആൾ ഹാപ്പിയായി. പിന്നെ ഇവർ രണ്ടോളം കൂടി കുറേ നേരം കളിച്ചു. കണ്ണൂട്ട് നോക്കടാ. കണ്ണുപൂട്ട് കുത്തിത്തരോ ആകത്ര മുടിയില്ല. ഒരാളെ 2 എണ്ണോട്ട് പിന്നെ 5 പെണ്ണൊന്ന് ചാടി എനിക്ക് കൊറേ മുടിയുണ്ട്. നീ അല്ലേ പറഞ്ഞ അത്ര വലിയ മുടി പാട്ടുപാടാ പാട്ടുണ്ട് പാട് പാടിക്കോ. ഏതാണ്
കുഞ്ഞിയുടെ വാവേ പാട് രണ്ടാളും പഠിക്കും. കുഞ്ഞിയുടെ വാവേ അങ്ങോട്ട് പോകണേ എന്താണ് കുഞ്ഞിയുടെ വാവേ കട കേട്ട് മെല്ലെ ചിരി കൂട്ടി മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ വളരാതെ പൂമൽ ചിരിയുടെ കൊഞ്ച് തലിയാടി വളരി വളരി ഉയർന്നു വാ കടകടേ നീ മുളച്ചു വാ ഉയർന്നു വാ പാട് പാടിക്കോ ഏതാ പിന്നെ അതാ ആ പാടുന്നു. മൈലാഞ്ചി ഇടാൻ പോവുകയാണ്. ആരാ ഇടുന്ന മൈലാഞ്ചി? ആരാ ഇടുന്ന്? ആ ആരാ ഇട്ടുതരുവാ മൈലാഞ്ചി? ഞാനാ ഇട്ടുതരുവാ. പിന്നെ ഞങ്ങൾ മൈലാഞ്ചി ഇടേണ്ട തിരക്കിലായ രുദ്രയി പിന്നെ അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട് വാശിയായി. അവസാനം അവൻ വരക്കുന്നത് നരൂട്ടോനെയാണ്. അവൾക്കത് മതിയെന്നും പറഞ്ഞു. ഞാൻ പിന്നെ അത് എടുക്കാനും പോയില്ല. അവൻ്റെ കയ്യിൽ കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ വെറുതെ ഇരിക്കല്ലേ, ഞാനും എൻ്റെ കയ്യിൽ കുറച്ച് എന്തൊക്കെയോ പരീക്ഷിച്ചു. ഞങ്ങളുടെ നാട്ടില് ഒരു മടപ്പരയുണ്ട്. അപ്പോൾ എല്ലാ ശനിയാഴ്ച അവിടെ പൈൻകുറ്റി ഉണ്ട്. അപ്പോൾ ഞാനും രുദ്രയും അമ്മയും കൂടിയിട്ട് ഇന്ന് പൈൻകുറ്റി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചന്ദനമൊക്കെ വാങ്ങിച്ചു, നെറ്റിയിലൊക്കെ വെച്ച് പിന്നെ അവിടെ നിന്ന് ആ ഒരു സാധനമൊക്കെ കഴിഞ്ഞു. അവസാനം ഞങ്ങൾക്ക് അവിടുത്തെ പ്രസാദം തരും. ആദ്യം അവലും പഴവും ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ളൊരു മിക്സും, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അവലും മമ്പയർ തേങ്ങ ഉണക്ക മനസ്സൊക്കെ ഇട്ടിട്ടുള്ള മനസ്സായിരുന്നു. വരുന്ന വഴിക്ക് ഒരാൾ ഓണത്തിന് വേണ്ടിയിട്ട് പൂവറച്ച് വെക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ അമ്പലത്തിൽ ഇറങ്ങി പ്രസാദൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി കയ്യിൽ എടുക്കുക ചെയ്തല്ലേ. പോയിട്ട് വന്നിട്ട് ഒരു ചായ കുടിക്കാൻ വെച്ചു. സോ കട്ടൻ ചായ വെച്ചു. കൂടെ കഴിക്കാൻ ചപ്പാത്തിയും മട്ടനും. അപ്പം കട്ടനും മട്ടനും ഒരു പിടി പിടിക്കാം. ഒരു 7:30 ആകുമ്പോൾ ഞങ്ങളുടെ സ്റ്റഡി ടൈമാണ്. അതൊരു ബ്രെയിൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും അതൊരു യുദ്ധ ടൈമാണെന്നൊക്കെ പറയാൻ വേണ്ടിക്കില്ല. കാരണം വെച്ചാൽ ഒരു 10-15 മിനിറ്റ് കൂടുതൽ അവനെ പഠിപ്പിക്കാനിരിക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഇന്ന് ഉറങ്ങുമ്പോൾ കൂടെ ഈ ഒരു വിക്സിനെയും കൂടി കൂട്ടേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ മൂക്ക് കംപ്ലീറ്റ് അടഞ്ഞിട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ റീസൺ എന്ന് ഞാൻ പറയണ്ടല്ലോ. ഇനി ഞങ്ങൾ എന്തൊക്കെയോ കളിച്ചു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. റെഡി 1 2 3 ഗോ. ഇതിൻ്റെ ചെറിയ ഡേ ആയിരുന്നു. എല്ലാ ദിവസം ഇങ്ങനെയൊന്നുമല്ല. ഒരു ലീവ് കിട്ടുന്ന ദിവസത്തിൽ ഒരു ദിവസം എന്തായാലും ഇങ്ങനെ ആവാൻ ചാൻസ്. കാരണം എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.